അനങ്ങന്മലയുടെ കാഴ്ചകളെല്ലാം കണ്ട ശേഷം ഞാൻ വന്നിരിക്കുന്നത് അനങ്ങന്മലയുടെ വീഡിയോയിൽ പറഞ്ഞ പോലെ അക്വാഡക്റ്റ് ബ്രിഡ്ജിലേക്കാണ്. അനങ്ങന്മലയുടെ ഏകദേശം തൊട്ടടുത്താണ് ഈ ഒരു ബ്രിഡ്ജും സ്ഥിതി ചെയ്യുന്നത്. 1.5 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അനങ്ങന്മലയിൽ നിന്നും ഇവിടേക്ക്. കീഴൂർ റോഡിൽ നിന്നും അനങ്ങന്മലയിലേക്ക് പോകും വഴി വെറും 500 മീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ജംഗ്ഷൻ കാണാം. അവിടെ നിന്നും ഇടത് വശത്തേക്ക് കാണുന്ന റോഡിലൂടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബ്രിഡ്ജിലേക്ക് എത്താൻ സാധിക്കും. താഴ്വാര കാഴ്ചയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള നെൽപ്പാടങ്ങളും അനങ്ങന്മലയുടെ മനോഹര കാഴ്ചകളും വലിയൊരു കുളവും നിങ്ങൾക്ക് കാണാനാകും. ധാരാളം മലയാളം തമിഴ് സിനിമകളിലെല്ലാം നിങ്ങൾ ഈ അക്വാഡക്റ്റ് ബ്രിഡ്ജ് കണ്ടിട്ടുണ്ടാവാം. വരുന്ന സമയത്ത് അനങ്ങന്മലയുടെ കാഴ്ചകളും കാണാനാകും. ഈക്കോ ടൂറിസത്തിൻ്റെ ഇരിപ്പിടങ്ങളും മറ്റും പോകുന്ന വഴിയിൽ നമുക്ക് കാണാനാകും. കീഴൂർ അക്വാഡക്റ്റ് പാലം എന്ന് പറഞ്ഞാൽ ഒരുവിധം പാലക്കാട്ടുകാർക്കെല്ലാം അറിയാവുന്ന ഒരു സ്ഥലം തന്നെയാണിത്. ഒരുപാട് മലയാള സിനിമകളിൽ കീഴൂർ അക്വാഡക്റ്റ് പാലം ലൊക്കേഷൻ ആയിട്ടുണ്ട്. കീഴൂർ അക്വാഡക്റ്റ് പാലത്തിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്കിവിടെ ഇഷ്ടപ്പെടുകയും ചെയ്യും. തനി പാലക്കാടൻ ഗ്രാമക്കാഴ്ചകളാണ് നമുക്കിവിടെ കാണാനാകുന്നത്. പാലക്കാട് ജില്ലയിലെ പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ അനങ്ങന്മലയുടെയും കൂനൻ മലയുടെയും ഇടയ്ക്കുള്ളൊരു സ്ഥലമാണ് കീഴൂർ ഗ്രാമം. അവിടെയാണ് ഈ അക്വാഡക്റ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ ചുറ്റും കൃഷിയിടങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഈ കൃഷിയിടങ്ങളിലേക്കുള്ള വെള്ളമാണ് അക്വാഡക്റ്റ് പാലത്തിലെ കനാലിലൂടെ വരുന്നത്. ഈ ഒരു ബ്രിഡ്ജിൽ നിന്ന് കഴിഞ്ഞാൽ പ്രധാന കാഴ്ച അനങ്ങന്മലയുടെ മനോഹര കാഴ്ച തന്നെയാണ്. നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു പോകാനേ തോന്നില്ല. 6-ാം തമ്പുരാൻ പോലുള്ള ഹിറ്റ് സിനിമകളുടെ ചെറിയൊരു ലൊക്കേഷൻ കൂടിയായിരുന്നു ഇവിടെ. എന്താണെന്ന് അറിയില്ല, പാലക്കാടിൻ്റെ കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും പഴയകാല ഓർമ്മകളാണ് മനസ്സിലേക്ക് ഓടി വരിക. എല്ലാ കാഴ്ചകളും കണ്ട് ആസ്വദിച്ച ശേഷമാണ് ഇവിടെ വരുന്ന ഓരോ സഞ്ചാരിയും തിരിച്ചു മടങ്ങുന്നത്. ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇവിടെ വരണമെന്ന് തോന്നുന്നത് പാലക്കാടിൻ്റെ ഒരു സൗന്ദര്യം തന്നെയാണ്. ഇവിടെ വരുന്ന ആളുകൾക്ക് മറ്റൊരു ആകർഷണമാണ് ഈ കാണുന്ന കുളം. പാടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന ഈ കുളം കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ആ ഒരു കുളത്തിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് താറാവ് കുട്ടങ്ങൾ കുളിച്ച് തിമർക്കുകയായിരുന്നു. പിന്നെ തോന്നി അവരവിടെ കുളിക്കട്ടെ, ശല്യം ചെയ്യേണ്ടെന്ന് കരുതി കൂടുതൽ അടുത്തേക്ക് ഞാൻ പോയതുമില്ല. കൂടുതലായും കാണാൻ കഴിയുന്നത് കൃഷിയിടങ്ങളും നാട്ടുവഴിയും പഴയകാല വീടുകളും. ശരിക്കും പറഞ്ഞാൽ ഓർമ്മകളൊന്ന് ബാക്കിലേക്ക് പോയി വരും. പ്രകൃതിയെയും യാത്രയെയും ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടുതൽ മനോഹര കാഴ്ചകളുമായി മറ്റൊരു സ്ഥലത്ത് വെച്ച് പുതിയൊരു വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.